സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടോ, ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടോ. ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ട് യാത്രയാകു ചെറുപ്പക്കാരാ. കാരണം ഉമ്മയ്ക്ക് എത്ര വിലയാ പൊന്നുപോലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്നവരുണ്ടല്ലോ, ഒരു തൊലിവെളുപ്പുള്ളവളെ കിട്ടുമ്പോ ഉമ്മാനെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ മാതാപിതാക്കളിൽ ആരോടാ നബിയെ ഏറ്റവും കൂടുതൽ എനിക്ക് കടമ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമതാരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയോ? നിന്റെ വാപ്പയോടാ. നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. ആ സമയത്ത് ഈ സഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 പ്രാവശ്യവും ഉമ്മയുടെ പേരാണല്ലോ പറഞ്ഞത്, അതിന്റെ കാരണം എന്തേ നബിയേ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരോട്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ മോനെ. അന്ന് ഹോസ്പിറ്റലില്ലല്ലോ. ഇന്ന് നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോ പൊന്നുപോലെ നീ നോക്കുമല്ലോ. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന കാലമെന്ന് ഓർക്കുമോര്. ഒന്ന് കിടക്കാൻ കഴിയുമോ? ഒന്ന് നടക്കാൻ കഴിയുമോ? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? 9.5 മാസക്കാലം നീ പ്രസവിച്ച നിന്റെ സ്വന്തം മോന് ഒരു 10 മിനിറ്റ് നിന്റെ കയ്യിൽ വെച്ചാ കൈ കിടക്കുമല്ലോ. നിന്റെ ഉമ്മ 9.5 മാസമാ ചുമന്നുകൊണ്ട് നടന്നത്. എന്നിട്ടോ മരണവേദനയുടെ വേദനയൊന്നുണ്ടാ നിന്റെ ഉമ്മ പ്രസവിച്ചത്. ഉമ്മാൻ ഇന്നും നടുവേദന എന്തെന്നറിയുവോ? നിന്റെ ഉമ്മാൻ ഈ സമയത്തും പ്രായമായ നിന്റെ ഉമ്മ രോഗിയായി കിടക്കാനുള്ള കാരണം എന്തെന്നറിയോ? നിന്നെ പ്രസവിച്ചതാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മരണവേദന സഹിച്ചതും ഉമ്മ തന്നെയാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പട്ടിണിയാണെങ്കിലും രോഗം പിടിച്ചു കിടന്നാൽ, നോമ്പ് പിടിച്ചു കിടന്നാൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ഉമ്മയും തന്റെ കുഞ്ഞൊന്ന് കരഞ്ഞാ ഉമ്മാന് സഹിക്കില്ലല്ലോ. വാരിയെടുത്തിട്ട് പാല് തരുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിച്ചു. ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, മക്കളെ ശപിക്കല്ലേ ഉമ്മ. ദേഷ്യം വരുമ്പോ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ എന്റെ ഉമ്മമാര് ശപിക്കുമല്ലോ. ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ, ഇവന്റെ മയ്യത്ത് നടുറോഡിൽ നിന്ന് തുടച്ചെടുക്കട്ടെ എന്ന് ശപിക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ഒരു ദേശത്തിന്റെ പേരിൽ നീ ശപിച്ചു കഴിഞ്ഞാ നാളെ നിന്റെ മക്കൾ കിടന്ന് അനുഭവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അള്ളാന്റെ റസൂല് പറയുകയാ, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഒന്നാമത്തേത് നിന്റെ ഉമ്മയുടെ ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ